നമസ്കാരം. ഈ PM ശ്രീ എന്ന പരിപാടി അത് യാതൊരു സംശയവുമില്ല, കേരളത്തിൽ മുസ്ലിം ലീഗിൻ്റെ ശവക്കുഴി തോണ്ടും. കാര്യങ്ങൾ അവിടെയാണ് എത്തി നിൽക്കുന്നത്. PM ശ്രീ മുസ്ലിം ലീഗിൻ്റെ അന്തകനായിട്ട് മാറിക്കഴിഞ്ഞു. PM ശ്രീ ഇവിടെ കൊണ്ട് നിൽക്കുന്നൊരു കാര്യമല്ല. ഇപ്പോൾ നമുക്ക് പറയാം ഈ PM ശ്രീ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാം. ശരി, PM ശ്രീ വേണ്ടെന്ന് വെച്ചു, ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു സ്വരം വന്നിട്ടില്ല കേട്ടോ. ഇവിടുത്തെ മുഖ്യമന്ത്രിയാണെങ്കിലും സതീശനാണെങ്കിലും എനിവേ മുഖ്യമന്ത്രി സതീശനാണെങ്കിലും അല്ലെങ്കിൽ ഇവിടെ കുഞ്ഞാലിക്കുട്ടി, അതായത് ലീഗിൻ്റെ ആൾക്കാരാണെങ്കിലും ഒരു കാരണവശാലും PM ശ്രീ ഞങ്ങൾ ഏറ്റെടുക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. PM ശ്രീ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചില പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് ഇപ്പോൾ അവിടെ. ഒരു സബ് കമ്മിറ്റി, എന്തോ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ജനങ്ങൾ ഈ PM ശ്രീ ഇപ്പോൾ നടപ്പാക്കി കഴിഞ്ഞാൽ അവർക്ക് റോട്ടിൽ കൂടെ തലയുയർത്തി നടക്കാൻ പറ്റില്ല. ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ പറയുന്നത് എന്താ, ഞങ്ങൾ തീരുമാനം എടുത്തിട്ടില്ല. സബ് കമ്മിറ്റി. അപ്പോൾ സബ് കമ്മിറ്റി ഏതായാലും ഒരു തീരുമാനം എടുത്തു എന്നിരിക്കട്ടെ, നടപ്പാക്കുന്നതിന് കുഴപ്പമില്ല, അതിട്ട് നടപ്പാക്കുമെന്ന് അർത്ഥം. ഇതല്ലേ പറയുന്നത്. ഇത്രയും നാൾ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഞങ്ങൾ വിജയിച്ചു വന്നാൽ PM ശ്രീ, അതായത് ഗാന്ധിയെ മാറ്റി ഇങ്ങനെ ഗോസയെ വയ്ക്കുന്ന പരിപാടി, മുഗൾ ഭരണത്തെ പരിപൂർണമായിട്ട് അവിടെ കീലടിച്ച് അതിനെ ഇല്ലാതാക്കുന്ന പരിപാടി ഞങ്ങൾ സമ്മതിക്കില്ല. അറബി പഠിപ്പിക്കാതിരിക്കുന്നത് ഞങ്ങൾ സമ്മതിക്കില്ല. അതിന് കൂടുതൽ പറഞ്ഞ് സാധിക്കൽ ശിഹാബ് തങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചാൽ ആ കൊള്ളാമെന്ന്. അപ്പോഴും അതാകാം, അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ PM ശ്രീ നടപ്പാക്കിക്കോ എന്നൊരു ധ്വനി കൂടി അതിനകത്തുണ്ടല്ലോ. എന്തായാലും PM ശ്രീ ഇവിടെ കൊണ്ട് നിൽക്കാൻ പോകുന്നില്ല. ഇപ്പോൾ ഇതൊരു ടെസ്റ്റ് ഡോസാണ്. അത് തന്നെ പല ഗവൺമെൻറ്റുകളും അവർക്കറിയാൻ്റെ വരും പരാതികൾ മനസ്സിലാക്കിയിട്ട് പല സർക്കാരുകളും ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. PM ശ്രീ ചോദിച്ചു വാങ്ങിയിട്ടുണ്ട്. ഒരുപാട് ആയിരക്കണക്കിന് സ്കൂളുകളിൽ, 10,000-കണക്കിന് സ്കൂളിൽ ഇപ്പോൾ അത് നടപ്പാക്കി കഴിഞ്ഞു. ഇതൊരു ടെസ്റ്റ് ഡോസാണെന്ന് പറയാൻ കാരണം, ഇതിങ്ങനെ കുറച്ച് സ്കൂളുകളിൽ മാത്രം നടത്തി അവസാനിപ്പിക്കേണ്ട കേസല്ലെന്ന് സംഘപരിവാറിന് അറിയാം. ഇതിന് പലർക്കും കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ, കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള എല്ലാ സ്കൂളുകളും ഈ PM ശ്രീ കുറച്ചുകൂടി മോഡിഫൈ ചെയ്തുകൊണ്ടായിരിക്കാം ആ PM ശ്രീ അവർ നടപ്പാക്കുന്ന ആരാണ്? സംഘപരിവാറാണ്. നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? BJPക്കാരാണ്, രാഷ്ട്രീയ പാർട്ടിക്കാരാണ്. അല്ല, നടപ്പാക്കുന്നത് സവർക്കറിസമാണ്. VD സവർക്കർ പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹം ഭാവനയിൽ കണ്ട കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, അതാണ് അവസാനം ഇപ്പോൾ PM ശ്രീ ആയിട്ട് വരുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് മുളയിലെ കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്, അടയ്ക്ക നമുക്ക് വരുതിയിൽ നിർത്താം, മടിയിൽ വയ്ക്കാം, അടയ്ക്കാൻ വരാൻ പറ്റില്ലല്ലോ. ആയതുകൊണ്ട് വിദ്യാഭ്യാസ സമ്പ്രദായത്തെ തന്നെ മാറ്റിമറിച്ചാൽ ഹിന്ദുത്വവാദികളുടെ എല്ലാ വിധത്തിലുള്ള ഇംഗിതങ്ങളും അതോടൊപ്പം തന്നെ സാധ്യതപ്രായമായി തീരും. അത് മനസ്സിലാക്കിയിട്ടാണ് അവർ ഇന്നെന്തിനും തുടങ്ങിയതല്ല വിദ്യാഭ്യാസ രംഗത്ത് അവർ കൈകടത്തുന്നത്. PM ശ്രീ ആയതുകൊണ്ട് ഇവിടെ ഒന്നും നിൽക്കാൻ പോകുന്നില്ല. അത് രാജ്യത്തെ സർവ്വ സ്കൂളുകളിലേക്കും അത് പടർത്തിവിടും. ആ ഒരു സംശയമില്ലാത്ത കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ സ്റ്റേറ്റ് വൈസ് കൺകറൻറ്റ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ പറയണത് ചെയ്യാം, ബാക്കിയുള്ള നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോ, അതും നടപ്പാക്കാൻ പോകുന്ന കാര്യമില്ല. ഇന്ത്യയിൽ മുമ്പ് പറഞ്ഞ പോലെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള സകല സ്കൂളുകളിലും ഒരേ സിലബസ് അവിടേക്ക് ആ കാര്യങ്ങൾ വരുന്നത്. ആ സിലബസ് ഇപ്പോഴത്തെ PM ശ്രീ ഇപ്പോൾ അവിടെ ടെസ്റ്റ് ഡോസിനിട്ടിരിക്കുകയാണ്. അതുമായിട്ട് വലിയ വ്യത്യാസങ്ങളില്ലാത്ത ഒന്നായിരിക്കും ഇനി അവർ അവരോധിക്കാൻ പോകുന്നത്. ആയതുകൊണ്ട് തന്നെ പത്മശ്രീ മുസ്ലിം ലീഗിൻ്റെ തൊണ്ടയിൽ തടഞ്ഞ മുള്ളാണ്. ഇപ്പോൾ ഇത് നടപ്പാക്കേണ്ടെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ സമ്മർദ്ദം പ്രയോഗിച്ചാൽ നടപ്പാക്കാതിരിക്കാം. പക്ഷേ എന്തുണ്ടാകുന്നു? നമ്മളുടെ കേരള ദേശം ഇന്ത്യയിൽ ഒരു സെൻറ്റിനൽ ദ്വീപായിട്ട് മാറും, നോർത്ത് സെൻറ്റിനൽ ദ്വീപായിട്ട് മാറും. പിന്നെ തിരിഞ്ഞു നോക്കില്ല. അതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയം. പണ്ടത്തെ രാഷ്ട്രീയം അതല്ല, ഇപ്പോഴത്തെ രാഷ്ട്രീയം അതാണ്. കൃത്യമായിട്ടുള്ള പ്രതികാര ബുദ്ധിയോടുകൂടി, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. വയനാട്ടിലെ കാര്യം അറിയാം. ഇപ്പോൾ അവിടെ ആസാമിലോ മറ്റു വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് 2,000 കോടി രൂപയോ മറ്റാണ് അതിൻ്റെ കാര്യങ്ങൾക്കായിട്ട് ചിലവഴിച്ചിട്ടുള്ളത്, അടിയന്തരമായിട്ട് കൊടുത്തിട്ടുള്ളത്. പക്ഷേ വയനാട്ടിൽ ഇന്ന് ഈ സമയം വരെയും ചില്ലി കാശ് കൊടുത്തിട്ടില്ല. കാരണം എന്താണ്? കേരളം BJPക്ക് വോട്ട് കൊടുക്കുന്നില്ല, അപ്പോൾ BJP ഇവരെ വിട്ടുകൊടുക്കുന്നില്ല. ഈ PM ശ്രീ ഇവിടെ ഏറ്റെടുത്തില്ലെങ്കിൽ കേരളം
ലോകത്തിൽ 65,000 വർഷങ്ങൾക്ക് മുൻപേ ഒറ്റപ്പെട്ടു പോയൊരു സമൂഹമാണ് നോർത്ത് സെൻറ്റിനൽ ഐലൻഡ് എന്ന് പറയുന്നത്. അവിടുത്തെ ജനജീവിതം എന്താണെന്ന് ലോകത്തിൽ ആർക്കും അറിയില്ല. അത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. പുറത്തൊരാൾ വന്ന് അമ്പ് ചെയ്ത് കൊല്ലും. ആ 65,000 വർഷത്തിൻ്റെ പ്രാകൃതത്വം അവർ പേറുകയാണ്. കാനിബോൾസ് ആണോ എന്ന് പോലും സംശയമുണ്ട്. ഇതുപോലെ കേരളത്തിൻ്റെ വളർച്ച അതാ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. PM ശ്രീ നടപ്പാക്കിയില്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ യാതൊരു വിധത്തിലുള്ള ഫേവറും കിട്ടാതെ വരുമ്പോൾ കേരളത്തിൻ്റെ വളർച്ച ഇവിടെ വെച്ച് മുരടിക്കും. ഏത് ഗവൺമെൻറ് ആണെങ്കിലും കേന്ദ്രത്തിൻ്റെ ഒരു ബാക്കപ്പ് ഇല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? ഏതായാലും ആരെയൊക്കെയോ ഭയപ്പെട്ടിട്ട് ആണ് PM ശ്രീ ലീഗിൻ്റെ കാര്യത്തിൽ തത്തിക്കളിക്കുന്നത്. ആരെ ഭയപ്പെട്ടിട്ടാണെന്ന് എല്ലാവർക്കും അറിയാം. RSS പേടി തന്നെയാണ്, ED പേടി തന്നെയാണ്. അതിൻ്റെ പേരിലാണ് തത്തിക്കളിക്കുന്നത്. മുസ്ലിം ലീഗ് സത്യം പറഞ്ഞ ഒരു ചത്ത കുതിരയാണെന്ന് അന്ന് പണ്ട് നെഹ്റു പറഞ്ഞൊരു കാര്യം അതിപ്പോൾ വെറുതെ അല്ല. വാസ്തവത്തിൽ തല പൊക്കാൻ കഴിയുന്നില്ല. ഇപ്പം ആകെ കൂടി ആരോ പറഞ്ഞാൽ ആകെ മൊത്തം ടോട്ടലായിട്ട് ഇപ്പം കേരളത്തിൽ മാത്രമാണ് അല്പം സുരക്ഷിതത്വമുള്ളത്. അതും അവർ കളഞ്ഞു കുളിക്കുകയാണ്. ഈ ഭരണം കിട്ടിയ സമയത്ത് അവരിവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തെ ഇടിച്ചു താഴ്ത്താൻ ശ്രമിക്കുകയാണ്, അധിക്ഷേപിക്കാൻ ശ്രമിക്കുകയാണ്, അപഹസിക്കാൻ ശ്രമിക്കുകയാണ്. ആ സമൂഹത്തിൻ്റെ പ്രമാണങ്ങളെ അവർ ചവിട്ടിത്തേക്കാൻ ശ്രമിക്കുകയാണ്. അവരുടെ വിശ്വാസങ്ങളെ അവർ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രാകൃതം, നൊമാഡിക് എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കാനും അവരുടെ അടികൾക്ക് യാതൊരു വിധത്തിലുള്ള സങ്കോചവും ഇല്ലാത്തൊരു സാഹചര്യം വന്നിരിക്കുകയാണ്. അതിൻ്റെ കോൺസിക്വൻസ് എന്തായിരിക്കും? അതിൻ്റെ ഫൈനൽ ഔട്ട്കം എന്തായിരിക്കും? ഉത്തരേന്ത്യയിൽ സംഭവിച്ചു അതേപോലെ തന്നെ ഇവിടെയും സംഭവിക്കുന്ന അർത്ഥം തലപൊന്തിച്ച് നടക്കാൻ പറ്റില്ല. അത്ര മാത്രമേ ഉള്ളൂ. ഏതായാലും മുസ്ലിം ലീഗ് ഒരു ചത്ത കുതിരയാണെന്ന് നെഹ്റു പറഞ്ഞത് വെറുതെയല്ല. ഇപ്പോൾ ഇതാ സംഘപരിവാരത്തിൻ്റെ മുമ്പിൽ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുകയിൽ എന്നായി മാറിയില്ലേ? ആ അവസ്ഥയായിട്ട് മാറിയില്ലേ? സംഘദക്ഷ എന്ന് പറയുമ്പോൾ കയ്യും കാലും ചേർത്ത് വെച്ചിങ്ങനെ നിൽക്കണം. സംഘ ആരമ എന്ന് പറഞ്ഞാൽ കയ്യും കാലും രമണം, അതായത് അറ്റൻഡ് ഇസ് എന്ന് പറയില്ലേ, അതുപോലെ കാല് കവച്ച് വെച്ച് അങ്ങനെ നിൽക്കണം. ഈ കാല് കവച്ച് വെച്ച് നിൽക്കുന്ന സമയത്ത് ഈ ലീഗുകാരുടെ തല അവരുടെ കാക്കൂട്ടലായി. ഇപ്പം അടുപ്പിച്ചു, സംഘദക്ഷ കാലടുപ്പിച്ചു, കഴിഞ്ഞു. ഇതാണ് അവസ്ഥ. അവിടെ തല വെച്ചു. ദക്ഷ വന്നതോടുകൂടി RSSൻ്റെ കാല് കൂട്ടി വെച്ചതോടുകൂടി ലീഗിൻ്റെ തല RSSൻ്റെ കാക്കൂട്ടലായി. തല കുടുങ്ങി, തല കിറുങ്ങി. അതാണ് ഉണ്ടായത്. ഇന്നത്തെ ഈ അവസ്ഥ, ലീഗിൻ്റെ ദാരുണമായിട്ടുള്ള അവസ്ഥ, PM ശ്രീ എന്ന യക്ഷി വിടാതെ പിടികൂടിയ അവസ്ഥയാണ്. അവൾ ഇവരെ വിടുന്നില്ല. അതിന് ഉത്തരവാദികൾ ആരാണ്? ലീഗ് നേതാക്കൾ തന്നെയാണ്. PM ശ്രീ നടപ്പാക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ്സുകാർക്ക് ഏക അഭിപ്രായമുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് എത്തിക്സും വാല്യൂസും ഒന്നും അവർക്ക് ഇല്ലല്ലോ. എഴുതി വെക്കപ്പെട്ട മാനിഫെസ്റ്റോയും ഇല്ലല്ലോ. ആയതുകൊണ്ട് ആയിക്കോ, എന്തുമണി ആയിക്കോ എന്ന രീതിയിൽ അവർ നിൽക്കുന്നത്. പക്ഷെ ഇവർ മാത്രമാണ് ഇടം തടിച്ചു നിൽക്കുന്നത്. അവരുടെ കൂട്ടത്തിൽ അവസാന വാക്ക് 1000 പള്ളികളുടെ ഖാസിയായിട്ടുള്ള തങ്ങളാണ്. അതാണൊരു വൈരുദ്ധ്യം വാസ്തവത്തിൽ. ആയതുകൊണ്ട് തന്നെ PM ശ്രീ കേരളത്തിൽ നടപ്പാകുമ്പോൾ പാണക്കാട് തങ്ങൾക്ക് അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറി നിൽക്കാൻ കഴിയുമോ? അഥവാ PM ശ്രീയുടെ ഹിന്ദുത്വം കേരളത്തിലേക്ക് നുഴഞ്ഞു കയറുന്നതിനിടയ്ക്ക് അതായത് RSS നുഴഞ്ഞു കയറുന്നതിന് ഒത്താശ ചെയ്യുന്നതിലൂടെ ലീഗും ആ ലീഗിൻ്റെ അതിൻ്റെ സമുന്നത സ്ഥാനത്തിരിക്കുന്ന തങ്ങളും ചെയ്യുന്നത് അതിദാരുണമായിട്ടൊരു കാര്യമല്ലേ കേരളത്തിനെതിരായിട്ട്? ഒന്നോർക്കണം, ഇവിടെ ക്രിസ്ത്യൻ സമുദായമുണ്ട്. അവിടെ കർദിനാൾ മുതൽ താഴോട്ട് ഒരുപാട് ആർച്ച് ബിഷപ്പുണ്ട്, എന്തായാലും പറയാം, അച്ഛന്മാരുണ്ട്, കൊച്ചച്ഛന്മാരൊക്കെ ഉണ്ട്. ഇവരാരും ഒരു പാർട്ടിയുടെയും നേതാക്കന്മാരല്ല. അവർ പാർട്ടിയുടെ കാര്യങ്ങളൊക്കെയും ഉപദേശങ്ങൾ കൊടുക്കുകയൊക്കെയും ചെയ്യും. പക്ഷേ ഒരു പാർട്ടിയുടെ നേതൃസ്ഥാനത്ത് അവരില്ല. പോരാത്തവരല്ലല്ലോ അവർ. ഒരു പാർട്ടിയുടെ നേതൃസ്ഥാനത്ത് അവരില്ല. ഹിന്ദുക്കൾ അവരുടെ ചിന്മയ മിഷനുണ്ട്, മാതാ അമൃതാനന്ദമി മിഷനുണ്ട്, സംബോധ് ഫൗണ്ടേഷനുണ്ട്, അദ്വൈത ആശ്രമമുണ്ട് കോഴിക്കോട്, ചിദാനന്ദപുരിയുടെ. ഇവരാരും ഒരു പാർട്ടിയുടെയും, അവരൊക്കെയും പല രീതിയിൽ പലരും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും, അഭിപ്രായം പറയുന്നുണ്ടായിരിക്കാം. ആ അഭിപ്രായം പലർക്കും അനുകൂലം ഉള്ളതായിരിക്കാം. പക്ഷെ അവരൊരു പാർട്ടിയുടെയും നേരിട്ടുള്ള നിയന്ത്രണം അവർ ഏറ്റെടുത്തിട്ടില്ല. അവരത് ചെയ്യില്ല എന്നർത്ഥം. അങ്ങനെ ഒരു പാർട്ടിയുടെയും ഒരുവിധ സ്ഥാനവും അവർ വഹിക്കുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം, സന്യാസിമാരെ സംബന്ധിച്ചിടത്തോളം, പള്ളിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിധിച്ച ഭൂമികയിൽ അവർ സ്വയം പ്രതിഷ്ഠാപനം നടത്തിയിട്ട് അവിടെ ഇരിക്കുകയാണ്. എന്നാൽ പുതുലോകത്തിലെ
നെറികെട്ട രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് വരികയാണ് പാണക്കാട് തങ്ങൾ. കാലങ്ങളായിട്ട് അത് ചെയ്തു വരുന്ന കാര്യമാണത്. ആയതുകൊണ്ട് തന്നെ ലീഗ് രാഷ്ട്രീയത്തിൻ്റെ നെറികേടുകൾ, അഥവാ മൊത്തം രാഷ്ട്രീയത്തിൻ്റെ നെറികേടുകൾ, അത് ലീഗ് രാഷ്ട്രീയത്തിനുണ്ടല്ലോ, അത് വന്നു പതിക്കുന്നത് പാണക്കാട് തങ്ങളുടെ നിറം തലയിലായിരിക്കും. യാതൊരു സംശയവുമില്ല. അദ്ദേഹം ചിലപ്പോൾ നിരപരാധിയായിരിക്കാം. അദ്ദേഹത്തെ വലിയ രൂപത്തിൽ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഒരു സുഹൃത്തിനോട് വിളിച്ചു പറഞ്ഞു, യാതൊരു വിധത്തിൽ അഴിമതിയുടെയോ അല്ലെങ്കിൽ ദ്വേഷത്തിൻ്റെയോ അതൊരു കറയാണ്, ഒന്നുമില്ലാത്ത ഒരു നവനീതം പോലൊരാളാണ് സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. നമ്മളതിനെതിരായിട്ട് പറയാൻ നിൽക്കുന്നില്ല. കാരണം അദ്ദേഹം എൻ്റെ സുഹൃത്താണ്, അദ്ദേഹത്തിൻ്റെ അറിവ് അങ്ങനെയാണെങ്കിൽ ശരി, ഞാനും അതിനെ കൺസെൻറ്റ് കൊടുത്തു, ശരി അങ്ങനെയാകട്ടെ. പക്ഷേ ഈ ലീഗിൻ്റെ നേതാവായിട്ടിരിക്കുന്നിടത്തോളം കാലം ലീഗ് രാഷ്ട്രീയത്തിൻ്റെ നെറികേടുകൾ അദ്ദേഹത്തിൻ്റെ തലയിൽ വന്ന് പതിക്കുമല്ലോ. അതിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുക്കണമല്ലോ. അത് അദ്ദേഹത്തിന് കാലാകാലങ്ങളിലേക്കുള്ള ദുഷ്പേരിന് കാരണമാവുകയും ചെയ്യും. ഇത്രയും കാലമായിട്ട് ഞാനിതുവരെ കണ്ടിട്ടില്ല അദ്ദേഹത്തെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഇതര വിഭാഗങ്ങളുണ്ട്, ജമാഅത്ത് ഇസ്ലാമിയുണ്ട്, മറ്റേ സമസ്തകളുണ്ട്, മുജാഹിദുണ്ട്, സുന്നി ഷിയ, അങ്ങനെ പലതും ഉണ്ടല്ലോ. ആരും പാണക്കാട് ശിഹാബ് തങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ പാണക്കാട് തങ്ങന്മാരെ കുറിച്ച് പാണക്കാട് തങ്ങന്മാരുടെ അഭിപ്രായം ശരിയല്ല, അത്രേ പറയുള്ളൂ. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ട്. പക്ഷെ ഇപ്പോൾ പച്ചത്തെറിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് അപ്പോൾ അതെന്താ ഉണ്ടായത്? ചോദിച്ചു വാങ്ങിക്കല് വാസ്തവത്തിൽ ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഇരിക്കേണ്ടുന്ന സ്ഥലത്തിന് അപ്പുറവും അദ്ദേഹം കാല് നീട്ടി എന്നുള്ളതിന് അതിൻ്റെ കാരണം മുൻ സർക്കാരിൻ്റെ മേലെ പഴിയാരി രക്ഷപ്പെടാനാണ് ആദ്യം ശ്രമിച്ചത് ലീഗുകാർ. അത് കേന്ദ്ര സർക്കാർ തന്നെ തങ്ങളുടെ മറുപടികളുടെ നനഞ്ഞ പടക്കമാക്കി മാറ്റി. കോൺഗ്രസ് MP ജെ ബി മേത്തർ, അതുപോലെ MP വഹാബ്, ഇവരെല്ലാം PM ശ്രീ വിഷയത്തിൽ ചോദ്യം ഉന്നയിച്ചു. അതിൻ്റെ ഉത്തരം എന്തായിരിക്കും? PM ശ്രീയിൽ ഒപ്പിട്ടു. പൈസ ഫണ്ട് വാങ്ങിച്ചു. PM ശ്രീ ഒരിക്കൽ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റിജക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടോ? പറ്റില്ല. ഇതൊക്കെ ഉത്തരം പ്രതീക്ഷിച്ചത്. പക്ഷേ ഉത്തരം എന്താ കിട്ടിയത്? പാർലമെൻറ്റിനകത്താണെന്ന് മനസ്സിലാക്കണം. പാർലമെൻറ്റ് രേഖകളിൽ ഉൾപ്പെട്ട കാര്യമാണ്. പണം വാങ്ങിച്ചോ? ഇല്ല. ഒപ്പിട്ടോ? ഇല്ല. ഒരിക്കൽ ആക്സെപ്റ്റ് ചെയ്ത് PM ശ്രീ വേണ്ടെന്ന് വയ്ക്കാൻ പറ്റുമോ? പറ്റും, 100% പറ്റും. ഫണ്ട് കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ടും ഇവർ അങ്ങനെ പാർലമെൻറ്റിൽ പറഞ്ഞ സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് ഇവർ നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ? കഴിഞ്ഞ ഗവൺമെൻറ് ഫണ്ട് വാങ്ങിച്ചു, കഴിഞ്ഞ ഗവൺമെൻറ് ഒപ്പിട്ട് കൊടുത്തു, ഇനി ഇത് പിന്മാറാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഏതായാലും ജബി മേത്തർ ചോദിച്ചത് അവർക്കൊരു വിഡ്ഢിത്തമായി മാറി, സെൽഫ് ഗോൾ അടിച്ച പോലെയായി മാറി എന്നർത്ഥം. PM ശ്രീ ഒപ്പിട്ടിട്ടില്ല എന്നും ഫണ്ട് വാങ്ങിയിട്ടില്ല എന്നും ആയിരുന്നു മറുപടി. പിന്മാറാനും കഴിയുമെന്ന് ഉറപ്പാണ്. അതോടെ ഇനി എന്ത് ചെയ്യും? പ്രശസ്തമായിട്ട് ഡയലോഗുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ എന്ന അവസ്ഥയിലാണ് കോൺഗ്രസും ലീഗും. പ്രശ്നം ഗുരുതരമാകുന്ന ഇവിടെയല്ല. വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്ന സംഘപരിവാർ കൈകടത്തൽ PM ശ്രീയിലൂടെ തുടക്കം വെച്ചിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് സത്യം. ഈ സിസ്റ്റം ഇന്ത്യയിലാകെ പടരും. അതിനിടയിലൊരു തമാശ കൂടി വന്നിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടി വക ശിഹാബ് തങ്ങളെക്കുറിച്ച് സ്കൂളിൽ പഠിപ്പിക്കണമെന്ന്. ഈ PM ശ്രീ ആയിക്കോളോ, അതിൻ്റെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ശിഹാബ് തങ്ങളെക്കുറിച്ച് പഠിപ്പിക്കണമെന്ന്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു നേതാവുണ്ട്, കുണ്ടുവളപ്പിൽ കോയിനാർ. അദ്ദേഹത്തിൻ്റെ അച്ഛൻ വലിയൊരു ആളായിരുന്നു, കുണ്ടുവളപ്പിലെ കോദണ്ഡരാമൻ. അങ്ങനെക്കുറിച്ചും പഠിപ്പിക്കണം എന്ന് പറയില്ലേ? ഇവിടെ എല്ലാവരും കൊച്ചു പാർട്ടികളുണ്ട്, അവരേക്ക് നേതാക്കന്മാരുണ്ട്. NSSൻ്റെ നേതാവുണ്ട്, SNDPയുടെ നേതാവുണ്ട്, കേരള കോൺഗ്രസിൻ്റെ നേതാവുണ്ട്, കോൺഗ്രസ്സുകാരുടെ പഴയകാല നേതാവുണ്ട്. AK-നെ കുറിച്ച് പഠിപ്പിക്കുന്ന കോൺഗ്രസ്സുകാർ ചിലപ്പോൾ പറയില്ല. അങ്ങനെ വരുന്ന സമയത്ത് പാഠപുസ്തകത്തിൽ മുഴുവൻ ഒരു 5000 നേതാക്കന്മാരെ ഒക്കെ ഉണ്ടാവുക, അതിനകത്തുണ്ടാവുക. അതൊന്നും നടപ്പുള്ള കാര്യമല്ല. പക്ഷേ ഇദ്ദേഹം പറഞ്ഞത് ശിഹാബ് തങ്ങളെക്കുറിച്ച് സ്കൂളിൽ പഠിപ്പിക്കണമെന്ന്. ആരെയൊക്കെയോ ആരുടെയൊക്കെ മനസ്സിനെ തണുപ്പിക്കാനാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? PM ശ്രീ നടപ്പാക്കിക്കോളൂ, ഗോൾവാൾക്കറെക്കുറിച്ചും ഗോഡ്സെക്കുറിച്ചും സവർക്കറിനെയും പഠിപ്പിച്ചോളൂ, അതിന് പകരമായിട്ട് ഞങ്ങളുടെ ശിഹാബ് തങ്ങളെക്കുറിച്ചും പഠിപ്പിക്കണം. ഇതല്ലേ അതിൻ്റെ ഉള്ളിൽ നമുക്ക് അതിന് ഉള്ളിലൂടെ വായിച്ചറിയേണ്ട കാര്യം. ഇതിലേക്ക് അർത്ഥം അതല്ലേ? PM ശ്രീ എന്നല്ല, എന്ത് ഷെയ്ത്താൻ ശ്രീ ആണെങ്കിൽ പോലും അത് എന്ത് നടപ്പിലാക്കിയാലും ലീഗിനൊന്നും പൊഴിഞ്ഞു പോകാൻ പോണില്ല എന്നുള്ളതാണ് സത്യം. മഹാരാഷ്ട്രയിൽ നമ്മൾ കാണുന്നതാണ്. അവിടെ നവാബ് മാലിക് എന്നൊരാളുണ്ട്, അത് കോൺഗ്രസ്സുകാരനാണ്. അയാൾ BJP ആയിട്ട് ചേർന്നിട്ട് ഭരണവ്യവസ്ഥ നടത്തുന്നുണ്ടല്ലോ.
ആ പരവേഷണത്തിൽ ഇവിടുത്തെ ബീവിക്ക് എന്താ സമ്മതക്കുറവ് വല്ലതും ഉണ്ടോ? എന്ത് വേണമെങ്കിലും ആകാം. കണ്ണടച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ലീഗുകാർ അറ്റം വരെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. കണ്ണടച്ചാൽ കണ്ണടയ്ക്കുന്നവന് മാത്രമേ ഇരുട്ടുണ്ടാകുള്ളൂ കേട്ടോ. ഇവിടെ ഇപ്പോൾ പാണക്കാട് സാദിഖലി തങ്ങളുടെ കപടമുഖം, ഇത് ഞാൻ പറയുന്നതല്ല, നിരക്കെ പരക്കെ ഇപ്പോൾ ഓപ്പൺ മീഡിയയിൽ വരുന്നതാണ്. കപടമുഖം സമൂഹം മനസ്സിലാക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തിന് ശത്രുക്കളായിരിക്കാം പറയുന്നത്, പക്ഷേ ഈ പറഞ്ഞാണല്ലോ മുമ്പ് ഒരാളെ കള്ളനാക്കി നിങ്ങൾ മാറ്റിയത്. ഈ പറച്ചിലിലൂടെ പല ആൾക്കാരും ചോദിക്കാൻ തുടങ്ങും, അയ്യോ ഇങ്ങനെ ഒരാളാണോ എന്ന് ചോദിക്കാൻ തുടങ്ങും. അതിന് ആരാ അവസരം കൊടുത്തത്? അവരോട് ചിന്തിക്കേണ്ട കാര്യമാണ്. അദ്ദേഹം ഇപ്പോൾ 1000 പള്ളികളുടെ ഖാസി എന്നതിലുപരി ഇപ്പോൾ ഞാനിപ്പോഴാണ് അറിയുന്നത് ഈ ഖാസി എന്നുള്ള വാക്കിൻ്റെ അത് കാസി എന്നാണോ ഗാസി എന്നാണോ നഖമിനത്തെ ഖ അതാണോ എനിക്കറിയില്ല. പിന്നെ 2 സുഹൃത്ത് പറഞ്ഞപ്പോൾ അറിയുന്നത് 1000 പള്ളികളുടെ ഖാസി എന്നതിലുപരി ഇപ്പോൾ അങ്ങനെ ആരാണ്? മറ ഏതുമില്ലാത്ത രാഷ്ട്രീയത്തിൽ നേരിട്ട് ഇടപെടുന്ന ഒരാളായി മാറിക്കഴിഞ്ഞു അദ്ദേഹം. രാഷ്ട്രീയത്തിന് വേണ്ടുന്ന അധാർമികത അദ്ദേഹം നല്ല രീതിയിൽ പഠിച്ച് പ്രയോഗിക്കാനും തുടങ്ങിയിട്ടുണ്ട്. PM ശ്രീയേക്കാൾ വലിയ പ്രശ്നം വഖഫ് ബോർഡിൻ്റെ അമുസ്ലിം അംഗത്വമാണ്. അവിടെയും അദ്ദേഹം തൻ്റെ നിലപാടുകളിലൂടെ വഞ്ചിക്കുന്നത് സ്വസമുദായത്തെ തന്നെയാണ്. ഏതായാലും ഏതോ ആകട്ടെ, ഒരർത്ഥത്തിൽ പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും സ്വാമി എന്തിനാ മുസ്ലിം ലീഗിൻ്റെ? ഞാൻ മുസ്ലിം ലീഗിൻ്റെ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. എൻ്റെ പ്രശ്നം മറ്റൊന്നാണ്. അവർ മാടി വിളിക്കുന്ന അപ്പുറത്തെ കുരയ്ക്കുന്ന പട്ടിയെ ഇവർ മാടി വിളിക്കുമ്പോൾ അതെൻ്റെ വീണ്ടും മുമ്പിൽ കൂടെ പോവുക. എനിക്കും ചിലപ്പോൾ കടി കിട്ടും. ഏതായാലും ഇവിടെ എൻ്റെ വേവലാതി ഇത്ര മാത്രമേ ഉള്ളൂ. RSSന് കേരളത്തിലേക്ക് ചുവപ്പ് പരവതാനി വിരിക്കുന്ന അവസ്ഥ ഈ കൂട്ടർ കൂടി മുസ്ലിം ലീഗുകാരൂടെ ഏറ്റെടുത്തു എന്നുള്ളതാണ് എൻ്റെ സങ്കടം. അവരോടുള്ള എതിർപ്പ് അതിൻ്റെ പേരില്ല. ഞാൻ പറയേണ്ടത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതെൻ്റെ ചുമതല. ബാക്കിയെല്ലാം ഈ ശ്രീതം പോലെ വരട്ടെ. ഏതായാലും വരാൻ പോകുന്ന വഴിയിൽ തങ്ങില്ലല്ലോ. ഇപ്പം തന്നെ വട്ടപൂജ്യത്തിൽ നിന്ന് വട്ടപൂജ്യത്തിലേക്കും അവിടെ നിന്ന് മറ്റൊരു വട്ടപൂജ്യത്തിലേക്കും ചാടിക്കൊണ്ടിരുന്ന BJP ഇപ്പോൾ 3 MLA കിട്ടിയിട്ടുണ്ട്. അത് നിസ്സാരൊരു കാര്യമല്ല. ആകെ കൂടിയുള്ള 140 MLA, അതിൽ 3 MLA പലയിടത്തും 2ാം സ്ഥാനം കിട്ടി. അടുത്ത ഇലക്ഷൻ വരുന്ന സമയത്ത് ഇതൊന്നും ആവില്ല കാഴ്ച. BJPക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരർത്ഥത്തിൽ വികടമായിട്ടുള്ള രാഷ്ട്രീയ കപടമുഖം കാണിച്ചുകൊണ്ട് കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗ് ആൾക്കാരൊക്കെയാണ്. നാളെ ഇവിടെ BJPക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ വേണ്ടി മലബാറത്തെ മുസ്ലിങ്ങൾ തന്നെ തള്ളിക്കയറി വന്നാലും അത്ഭുതമില്ല. അത്തരം ഒരു സാഹചര്യമാണ് ഇവരെല്ലാവരും കൂടി സൃഷ്ടിച്ചു വയ്ക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ കേരളീയരോട് നിങ്ങൾ മറുപടി പറയേണ്ടി വരും കേട്ടോ. നമസ്കാരം.